സ്നേഹം നിറഞ്ഞ പ്രിയ രക്ഷിതാക്കളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 2ാം ക്ലാസ്സിൻ്റെ ഇന്ന് നടന്ന ലിസാനുൽ ഖുർആനിൻ്റെ ചോദ്യപേപ്പറിൻ്റെ വിശകലനമാണ്. ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കാരണം, ഒരുപാട് ദിവസമായി രക്ഷിതാക്കൾ കുട്ടികളെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ലിസാനും കൂടെയാണ്. അല്പം ഒരു ബുദ്ധിമുട്ട് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു വിഷയമായതുകൊണ്ട് എങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ വന്നത് എന്ന് കുട്ടികൾ പറഞ്ഞു തരും. എന്നിരുന്നാലും ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് എന്ന് കൃത്യമായി അറിയാനുള്ള ഒരാകാംക്ഷ രക്ഷിതാക്കളായ നമുക്കെല്ലാവർക്കും ഉണ്ടാകും. അതിനെ കണക്കിലെടുത്തുകൊണ്ടും അതുപോലെ തന്നെ എവിടെയെങ്കിലും പിഴവുകൾ കുട്ടികൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും, അതുപോലെ തന്നെ ഏകദേശം എത്ര മാർക്ക് നമ്മുടെ കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ടാകും എന്നൊക്കെ വിലയിരുത്തപ്പെടാൻ സഹായകമാകുന്നതിന് വേണ്ടിയാണ്. മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയൊന്നും ദുരുപയോഗം ചെയ്യരുത് എന്നറിയിക്കുകയാണ്. ഒന്നാമത് വന്നിരുന്നത് നസ്ലു ബിൽ മുനാസിബി, യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ്. ബിൽ ഖത്തി, വര വരച്ചു കൊടുത്താൽ മതി. നമ്മുടെ കഴിഞ്ഞ ലാസ്റ്റ് 2ാം ക്ലാസ്സിൻ്റെ അയച്ച യൂട്യൂബിലുള്ള വീഡിയോ കണ്ട് കുട്ടികളെ പഠിപ്പിച്ചവർക്കൊക്കെ നല്ല മാർക്ക് ഉണ്ടാകും, ഉറപ്പാണ്. കാരണം അതിൽ പറഞ്ഞ ഏകദേശം ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പഴത്തിൻ്റെ ആണ്, അന മൗസുൻ എന്നുള്ളതിലേക്ക് വരച്ചു കൊടുത്താൽ മതി. പിന്നെ പശുവാണ്, അന ബക്കറത്തുൻ എന്നതാണ്. പിന്നെ പൂച്ചയിലേക്കുള്ളത് യോജിച്ചത് അന ഹിറത്തുൻ എന്നാണ്. പിന്നെ അണ്ണാനിലേക്ക് വരച്ച് കൊടുക്കാനുള്ളത് അന സിഞ്ചാബുൻ, സിഞ്ചാബിൽ നിന്ന് അണ്ണാനിലേക്ക് വരച്ചു കൊടുക്കുക. പിന്നെ അന ബൈത്തുൻ, ഞാൻ വീടാകുന്നു എന്നത് വരച്ചു കൊടുക്കുക. പിന്നെ അന സഹ്റത്തുൻ, ഞാൻ പൂവാകുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വരച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. കുട്ടികൾക്കിത് വളരെ സിമ്പിളായിരിക്കും. പിന്നെ അടുത്തത് നുസമ്മിയൽ അഷ്യാ ഫിൽ ലുഅത്തിൽ അറബിയ, താഴെ കൊടുത്തിരിക്കുന്നവർക്ക് അറബിയിൽ പേരെഴുതിക്കൂടെ? അങ്ങനൊരു ചോദ്യം. അറബിയിൽ അതിൻ്റെ പേരെഴുതാം. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു വാക്കുകളുടെ പേരുകൾ കുട്ടികൾക്ക് അതിൻ്റെ അറബി കൃത്യമായി പഠിപ്പിക്കണം എന്നുള്ളത്. അത് ഇതിൽ 3ഉം ഇന്നലെ നമ്മൾ പരിചയപ്പെടുത്തിയത്. അർണബ് മാത്രമാണ് ഒഴിവുള്ളൂ. അപ്പോൾ ഒന്നാമത്തത് അർണബാണ്, മുഴൽ. പിന്നെ അടുത്തത് അനാനാസ്, കഴുതച്ചക്ക. പിന്നെ വന്നിട്ടുള്ളത് പേനയാണ്, കലമുൻ. അതിനുശേഷം മാങ്ങ, മാഞ്ച. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഭാഗത്ത് വന്നത്. ഇനി അപ്പുറത്തെ ഭാഗം നോക്കാം. മൂന്നാമത്തത് നുജീബു അനിൽ അസ്ഇലത്തിൽ ആത്തിയ, താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. 4 ചിത്രങ്ങൾ വന്നിരുന്നു. അതിൽ ഒന്നാമത്തത് മൻ ഹാദ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു മകൻ്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൻ ഹാദ എന്ന പാഠത്തിൽ ഇത് കൃത്യമായി പറയുന്നുണ്ട്. ഹാദ ബാസിമുൻ എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. മൻ ഹാദ, ഹാദ ബാസിമുൻ. ഇനി ഹാദ ഇബ്നുൻ എന്ന് നമ്മളെ തുടക്ക പാഠത്തിൽ പറയുന്നുണ്ട്. അത് എഴുതിയാൽ മാർക്ക് കിട്ടുമോ എന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ശരിയായ ഉത്തരം ഹാദാ ബാസിമുൻ എന്നാണ്. ഇനി മൻ ഹാദിഹി എന്ന മറ്റൊരു ചോദ്യം, അവിടെ നമ്മൾ എഴുതി കൊടുക്കേണ്ടത് അതുപോലെ തന്നെ മന്നിൻ്റെ പാഠത്തിൽ പറഞ്ഞ പെൺകുട്ടിയെ ചിത്രം കൊടുത്തിട്ട് ഹാദിഹി ലുബ്നത്തുൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ ശേഷം വന്നിരിക്കുന്നത് മാ ഹാദ, ഇതെന്താണ് എന്ന ചോദ്യത്തിന് പൂവൻ കോഴിയെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഹാദ ദീക്കുൻ എന്നാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. മാ ഹാദിഹി എന്ന് ചോദിച്ചിട്ടുണ്ട്. പിടക്കോഴിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. എഴുതി കൊടുക്കേണ്ടത് ആദിഹി ദജാജത്തുൻ എന്നാണ്. ഈ രൂപത്തിൽ തന്നെയാണോ കുട്ടികൾ എഴുതിയിട്ടുള്ളത് എന്നൊന്ന് ശ്രദ്ധിക്കുക. താഴെ വരുന്ന ചോദ്യം നിങ്ങൾ നോക്ക്. ഹാദ, ഹാദിഹി ഇട്ട് കൊടുക്കാനാണ്. നുക്കമ്മിലുൽ ഫറാ, ഒഴിഞ്ഞ ഭാഗം പൂരിപ്പിക്കുക. ഹാദിഹി, ഹാദ വെച്ചിട്ട്. ബാബുൻ എന്നുള്ളതിനോട് ചോദിച്ചത് ഹാദയാണ്. ഹാദിഹി ഷജറത്തുൻ എന്നാണ് പറയാം. ഹാദ കുർസിയുൻ, ഹാദിഹി സയ്യാറത്തുൻ എന്ന് പറയും. ഇനി അടുത്തത് 5ാമത്തത് നുത്തിമുൽ നബിയാത്ത അൻത ഔ അൻതി. അൻത എന്ന് പറഞ്ഞാൽ നീ, അൻതി എന്ന് പറഞ്ഞാലും നീ. ഇത് വെച്ച് കൊടുത്തിട്ട് ബൈത്ത് പൂർത്തിയാക്കാനാണ്. എല്ലാ കുട്ടികളും എഴുതിയെന്ന് രക്ഷിതാക്കളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അവസാനത്തെ ബൈത്ത് ചില കുട്ടികൾക്കൊരു പ്രയാസമായിട്ട് തോന്നുന്നുണ്ട്. എന്നിരുന്നാലും അറിയുന്നവർക്ക് വേഗം, കാരണം ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനല്ലേ ഉള്ളൂ. അൻത അബത്തി, അബത്തി എന്ന് പറഞ്ഞാൽ ഉപ്പല്ലേ. അപ്പോൾ ഉപ്പാക്ക് ചോദിച്ചത് അൻതയാണ്. പിന്നെ അതുപോലെ തന്നെ അൻത അൻതി ഉമ്മി, അൻത അബത്തി അൻതി ഉമ്മി. ഇനി അൻത നൂരി അൻതി സിരി. അപ്പോൾ ഈ രൂപത്തിൽ അൻത അൻതി എന്നുള്ളത് നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുക. ഇതാണ് ഇന്ന് നടന്ന പരീക്ഷയുടെ വിശദീകരണം. എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് നിങ്ങളുടെ സബ്സ്ക്രൈബാണ് പ്രതീക്ഷിക്കുന്നത്. ചെയ്യാതെ കാണുന്നവരുണ്ട്. നമ്മുടെ മക്കൾക്കൊക്കെ നല്ല വിഷയം ഉണ്ടാവട്ടെ. അടുത്ത നാളത്തെ പരീക്ഷ ദുറൂസാണ്. ദുറൂസിൻ്റെ നല്ലൊരു വീഡിയോ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ അത് കാണുക. അതുപോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കുക. ഇൻഷാ അല്ലാഹ്.